ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മഴക്കാലമല്ലേ, അപ്പം നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് പഴംപൊരി എന്ന് പറയുന്നത്. പലർക്കും അറിയുന്നതായിരിക്കും ഇത് തയ്യാറാക്കുന്ന രീതി. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ചെറിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിൽ ഒരല്പം വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ്, അതോടൊപ്പം തന്നെ ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു പഴംപൊരി ആയിരിക്കും കേട്ടോ ഇത്. ഇതിനായിട്ട് ആദ്യം ആവശ്യമുള്ളത് പഴമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 2 കപ്പ് മൈദ, 3/4 കപ്പ് അരിപ്പൊടിയും അതായത് പത്തിരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ സ്പെഷ്യലായി ചേർക്കുന്നത് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ പൊടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ദോശമാവിനേക്കാൾ ഒരല്പം കട്ടിയിൽ വേണം ഈ മാവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ലൂസായി പോകരുത്, ഏകദേശം ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക്. പിന്നെ നമ്മൾ ഇത് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇതുപോലെ ഓരോ പഴമായിട്ട് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. കഴിയുന്നതും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് മീഡിയം ലെവലിലോട്ട് ആക്കുക, പിന്നെ വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് ചെയ്യുന്ന സമയത്താണ് കൂടുതലായിട്ട് എണ്ണ കുടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഴംപൊരിക്ക് ഉണ്ടാവുന്ന എണ്ണയുടെ അത്ര ഈ ഒരു പഴംപൊരിക്ക് ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ നല്ല നല്ല സ്നാക്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.